തേങ്ങ വെച്ചിട്ട് ഒരു സൂപ്പർ ഹൽവയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പമാണ് കേട്ടോ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. മാത്രമല്ല നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ടുണ്ടാകുന്ന തേങ്ങയും പഞ്ചസാരയും പാലും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിൽ കുറച്ച് കോൺഫ്ലോർ ചേർക്കുന്നുണ്ട്, ഒരു 1/4 കപ്പ് വരെ കോൺഫ്ലോർ ചേർക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോൺഫ്ലോറിന് പകരം മൈദ ഉപയോഗിക്കാം. വീട്ടിൽ മുമ്പൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് മൈദയായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഞാൻ കോൺഫ്ലോറാണ് യൂസ് ചെയ്യാറുള്ളത്. കാരണം മൈദക്ക് ചെറിയൊരു ഫ്ലേവർ ഉണ്ടാവും. കോൺഫ്ലോറാണ് ചേർക്കുന്നെങ്കിൽ നമുക്ക് ഫ്ലേവറൊന്നും അറിയാനേ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ കോൺഫ്ലോർ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോൺഫ്ലോറിന് പകരം മൈദയും ഉപയോഗിച്ചിട്ട് ഇത് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് നോക്കാം ഈ തേങ്ങ ഹൽവ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഇന്ന് ഞാൻ ഹൽവയ്ക്ക് വേണ്ടിയിട്ട് 2 തേങ്ങയാണ് ചിരകി എടുത്തിട്ടുള്ളത്. 2 വലിയ തേങ്ങയാണ്. അപ്പോൾ നമുക്കിതൊരു മെഷർമെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് അളന്ന് നോക്കാം. 2 തേങ്ങയുടെ അളവാണ് ഞാനിവിടെ കാണിക്കുന്നത്. പക്ഷേ തേങ്ങ ചിലപ്പോൾ ചെറുതും വലുതും ഒക്കെ ആയിട്ടുണ്ടാവുമല്ലോ. അതുകൊണ്ട് നമുക്ക് ഈ തേങ്ങ ഒന്ന് അളന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഈ മഗ് 3 കപ്പിൻ്റെ അളവാണ്, അതായത് 750 ml. ഇതിൽ ഈ തേങ്ങ എത്രയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഈ കപ്പിൻ്റെ അളവിൽ അളന്നിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിപ്പോൾ 4.5 കപ്പ് തേങ്ങയാണ് കിട്ടിയിരിക്കുന്നത്. അതായത് 250 ml കപ്പിൻ്റെ അളവിൽ 4.5 കപ്പ് തേങ്ങയാണ് 2 വലിയ തേങ്ങ ചിരകിയപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ തേങ്ങയുടെ അളവിനനുസരിച്ചിട്ടുള്ള സാധനങ്ങളാണ് ബാക്കിയുള്ളതൊക്കെ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ തേങ്ങ ഒന്ന് മിക്സിയുടെ പൊടിക്കുന്ന ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുകയൊന്നും ചെയ്യരുത്, ഒന്ന് പൊടിച്ചെടുക്കാൻ മാത്രമേ പാടുള്ളൂ. ഒന്ന് കറക്കിയെടുത്ത് തേങ്ങ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി. എന്നിട്ട് നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. മുഴുവൻ തേങ്ങയും നമുക്കിതുപോലെ പൊടിച്ചെടുക്കാം. തേങ്ങ മുഴുവനും ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിവിടെ മാറ്റി വെക്കാം. ഇനി ഒരു ബൗൾ എടുത്ത് അതിലേക്ക് 1/4 കപ്പ് കോൺഫ്ലോർ ചേർക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൈദയാണെങ്കിൽ മൈദ ചേർക്കുക, അതും 1/4 കപ്പ് തന്നെ ചേർത്താൽ മതി. എന്നിട്ട് ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ആദ്യം പകുതി വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം, അതിനുശേഷം ബാക്കി ചേർത്താൽ മതിയാവും. 1/4 കപ്പ് കോൺഫ്ലോറിൽ 1/2 കപ്പ് വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതും നമുക്കിവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് അടുപ്പത്തേക്ക് ഒരു ഉരുളി എടുത്ത് വെക്കാം. ഞാനിവിടെ ഉരുളിയാണ് എടുത്തിട്ടുള്ളത്. അടികട്ടിയുള്ള ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം. നോൺ സ്റ്റിക്ക് പാത്രമാണെങ്കിലും ഒന്നും കുഴപ്പമില്ല. പക്ഷേ അടി അല്പം കട്ടി ഉണ്ടാവുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നമ്മൾ ഹൽവ ഉണ്ടാക്കുന്ന സമയത്ത് പെട്ടെന്ന് അടിഭാഗം കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഉരുളിയിലേക്ക് നമുക്ക് 1.5 കപ്പ് പാല് ചേർക്കാം. ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഈ പാലിലേക്ക് നമുക്ക് 2 കപ്പ് പഞ്ചസാര കൂടി ചേർക്കാം. പഞ്ചസാരയും പാലും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പഞ്ചസാര മുഴുവനായിട്ട് മെൽറ്റായി വരണം. പഞ്ചസാര മുഴുവൻ മെൽറ്റായി കഴിഞ്ഞിട്ട് വേണം നമുക്ക് തേങ്ങ ചേർക്കാൻ. ഇതുപോലെ ഇളക്കി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് മെൽറ്റായി കിട്ടും. പഞ്ചസാര മുഴുവൻ മെൽറ്റായിട്ടുണ്ട്. പാലിൻ്റെ കളർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും പഞ്ചസാര മുഴുവൻ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതിൽ ചെറുതായിട്ട് ഇതുപോലെ തിള വരുന്ന സമയത്ത് നമ്മൾ പൊടിച്ചു വെച്ച തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തേങ്ങ ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ തേങ്ങ ഇതുപോലെ ഇളക്കി നന്നായിട്ട് വേവിച്ചെടുക്കാം. കുറച്ചധികം സമയം തേങ്ങ ഇതിൽ കിടന്ന് വേവുന്നത് നല്ലതാണ്. തേങ്ങ എത്രത്തോളം വെന്ത് കിട്ടുന്നോ അത്രയും നമ്മുടെ ഈ സ്വീറ്റ് ഉണ്ടല്ലോ, ഈ ഹൽവ കുറേ നാൾ കേടുകൂടാതിരിക്കും. പെട്ടെന്ന് നമ്മളിത് തീയൊക്കെ കൂട്ടി വെച്ച് പെട്ടെന്ന് കട്ടിയാക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ തേങ്ങ അധികം വെന്തിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ഈ ഹൽവ പെട്ടെന്ന് ചീത്തയാവും. അപ്പോൾ തേങ്ങ കുറേ സമയം ഇതിൽ കിടന്ന് വെന്ത് വരികയാണെങ്കിൽ നമുക്കിത് കുറേ നാൾ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. കുറേ സമയം എന്ന് പറഞ്ഞാൽ ഒരു 15 മിനിറ്റൊക്കെ മതി കേട്ടോ, ഒരുപാട് സമയമൊന്നുമല്ല. എന്ന് വെച്ചാൽ ഒരു 5 മിനിറ്റ് കൊണ്ടൊന്നും പെട്ടെന്ന് കട്ടിയാക്കാതെ ഒരു 15 മിനിറ്റൊക്കെ ഇതിൽ കിടന്ന് ഇങ്ങനെ വേവുകയാണെങ്കിൽ നമുക്ക് കുറേ നാൾ ഇത് സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ നമ്മൾ തേങ്ങ ചേർത്ത ഉടനെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കുമൊന്നും വേണ്ട. ഇതുപോലെ കുറേ സമയം ഇതിൽ കിടന്ന് ഇതുപോലെ അങ്ങ് വെന്താൽ മതി. നമ്മൾ അടുത്ത് നിന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കുമൊന്നും വേണ്ട. നല്ല കട്ടിയായിട്ട് വരുന്ന സമയത്ത് മാത്രം തുടർച്ചയായിട്ട് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഒരു 10-15 മിനിറ്റ് നമുക്ക് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം.
ഇപ്പോൾ നമ്മൾ ചേർത്തിരിക്കുന്ന പാലും തേങ്ങയിലുള്ള പാലും ഒക്കെ കൂടി ഒന്ന് വറ്റി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ പശുവിൻ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും കൂടി ചേർത്തിട്ട് നമുക്കിതുപോലെ ഇളക്കി ഇത് വറ്റിച്ചെടുക്കാം. ഇതിപ്പോൾ നല്ല തിക്കായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ വെള്ളത്തിൽ കലക്കി വെച്ച കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കോൺഫ്ലോറും കൂടി ഇതിൽ നന്നായിട്ട് മിക്സ് ചെയ്യാം. കോൺഫ്ലോർ ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇളക്കുന്ന സമയത്ത് ഇത് പെട്ടെന്ന് തിക്കായിട്ട് വരാൻ തുടങ്ങും. കൂടുതൽ സമയമൊന്നും പിന്നെ ആവശ്യമില്ല. ഹൽവയുടെ നല്ല കട്ടിയായിട്ട് മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലെ വെള്ളമൊക്കെ മുഴുവൻ വറ്റി വെള്ളത്തിൻ്റെയും പാലിൻ്റെയും ഒന്നും ഒട്ടും അംശമില്ലാതെ നല്ല ഡ്രൈ ആയിട്ട് വരുന്നത് വരെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇപ്പോൾ കണ്ടില്ലേ, നമ്മളിങ്ങനെ ഇളക്കി നോക്കുന്ന സമയത്ത് ഉരുളിയിൽ നിന്നും ഇതുപോലെ വിട്ട് വരും. അപ്പോൾ നമ്മൾ ആ വിട്ട് വരുമ്പോൾ അതിൻ്റെ അടിഭാഗത്ത് നോക്കുമ്പോൾ വെള്ളത്തിൻ്റെ അംശമൊന്നും ഇപ്പോൾ ഒട്ടും കാണാനേ ഇല്ല. ആ ഒരു പരുവാകുന്നത് വരെ നമ്മളിത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇതിപ്പോൾ ഈ ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെള്ളത്തിൻ്റെ അംശമൊന്നും ഒട്ടും കാണാനേ ഇല്ല. അതുപോലെ നമ്മളിങ്ങനെ ഇളക്കുന്ന സമയത്ത് ഉരുളിയിൽ നിന്നും നന്നായിട്ട് വിട്ട് വരും. ഉരുളി നല്ല ക്ലീൻ ആയതുപോലെ നമുക്ക് തോന്നും നമ്മളിങ്ങനെ ഇളക്കുന്ന സമയത്ത്. ആ ഒരു പരുവാകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ഹൽവ റെഡി ആയിട്ടുണ്ടെന്ന്. അപ്പോൾ ഈ ഹൽവ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റാം. ഇത് ഞാൻ അടുപ്പത്തുനിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഹൽവ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ട്രേയിൽ നെയ്യ് പുരട്ടി വെച്ചിട്ടുണ്ട്. ഈ ട്രേയിലേക്ക് നമുക്ക് ഹൽവ ചേർത്ത് കൊടുക്കാം. മുഴുവൻ ഹൽവയും ഈ ട്രേയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ട്രേയിലേക്ക് നിരത്തി കൊടുക്കാം. ഇപ്പോൾ ഈ ട്രേയിൽ മുഴുവൻ കൊള്ളാൻ മാത്രം ഹൽവ ഇല്ല. അതുകൊണ്ട് ഞാനിതിൻ്റെ ഒരു 1/4 ഭാഗത്തോളം മാത്രമേ നിരത്തുന്നുള്ളൂ. തീരെ നേരിയതായിട്ട് നിരത്തിക്കഴിഞ്ഞാൽ കാണാൻ അത്ര ഭംഗിയുണ്ടാവില്ല. അപ്പോൾ അധികം നേരിയതല്ലാതെ ഇതിൻ്റെ ഒരു 1/4 ഭാഗത്തോളം മാത്രമേ ഞാനിങ്ങനെ നിരത്തി കൊടുക്കുന്നുള്ളൂ. ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മളിങ്ങനെ നിരത്തി കൊടുക്കണം. എങ്കിലേ നമുക്ക് നല്ല സ്മൂത്തായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. മുകൾ ഭാഗമൊക്കെ നല്ല സ്മൂത്താക്കി എടുക്കുക. ഇനി നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് പിസ്തയോ ബദാമോ അണ്ടിപ്പരിപ്പോ അങ്ങനെ ഏതെങ്കിലും ഒരു നട്ട്സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വെച്ചിട്ടും ഗാർണിഷ് ചെയ്യാം. ഞാനിവിടെ കുറച്ച് പിസ്താഷ്യോസാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നമുക്ക് തണുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. ഒരു 3-4 മണിക്കൂറെങ്കിലും എടുക്കും ഇത് നന്നായിട്ട് തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമുക്കിത് കട്ട് ചെയ്തിട്ട് കഴിക്കാം. അപ്പോൾ അത്ര വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നിങ്ങൾ കണ്ണൂർ കിച്ചൺ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചുവന്ന ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്നിട്ട് അതിൻ്റെ അടുത്ത് കാണുന്ന ഈ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യൂ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. ഹൽവ ഇപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാം. ഞാനിവിടെ സ്ക്വയർ ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്, ചെറിയ ചെറിയ പീസായിട്ട്. ഒരു പിസ്സ കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ കത്തി വെച്ചിട്ട് കട്ട് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഹൽവ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ഹൽവയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ. ഒട്ടും ഹാർഡല്ല, നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന ഹൽവയാണ്. ഞാനിത് പൊട്ടിച്ച് കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. തേങ്ങ നമ്മൾ നല്ലോണം വേവിക്കുന്നത് കൊണ്ട് നല്ലൊരു ഫ്ലേവറാണ്. ആ വെന്ത തേങ്ങയുടെ ഒരു രുചിയുണ്ടല്ലോ, അത് നല്ലോണം ഉണ്ടാവും ഈ ഹൽവക്ക്. അതുകൊണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാൻ. നമുക്ക് വിരുന്ന് പോകുമ്പോഴൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകാൻ പറ്റിയ നല്ല സൂപ്പർ റെസിപ്പിയാണ്. നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ കുറച്ച് കളറൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി നല്ല ഭംഗിയാവും. നല്ല പിങ്ക് കളറോ യെല്ലോ കളറോ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒന്നുകൂടി നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. പിന്നെ നിങ്ങൾ കണ്ണൂർ കിച്ചൺ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ കാണുന്ന ഈ ചുവന്ന ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡിൽ ഇതുപോലൊരു ബെല്ലൈക്കൺ വരും.
അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ 3 ഓപ്ഷൻ വരും. അതിൽ ഏറ്റവും മുകളിലുള്ള ഈ ഓൾ എന്ന് പറയുന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും.